കാര്യം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ നല്ല വാഹനങ്ങൾ ചെയ്യുമെങ്കിൽ നമ്മൾ എന്തിന് മറ്റു സ്ഥലത്ത് ഉള്ളത് പ്രൊമോട്ട് ചെയ്യുന്നു? ടാറ്റയ്ക്ക് പറ്റിയത് ഇതിന് മഹീന്ദ്ര ശ്രദ്ധിക്കുക. ഈ പെട്രോൾ വണ്ടിയും നമ്മുടെ ഇലക്ട്രിക് വണ്ടിയും തമ്മിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഫീലിംഗ്, അതായത് ഞാൻ ഇങ്ങനെ ഇപ്പം ചില സമയത്ത് ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഓടിക്കുന്നത്, അപ്പോഴിത് വിചാരിക്കും ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നത്, അപ്പോൾ ഫോൺ ഓടി എന്ന് പറഞ്ഞ് ഇത് കിടന്ന് സ്ക്രീനിങ് ഇങ്ങനെ വരയ്ക്കും. ചില സമയത്ത് 1 മാറും നമ്മളതുപോലെ അറിയാതെ, ചില സമയത്ത് 3 മാറും നമ്മളറിയാതെ. XEV9 കയറിയപ്പോൾ സ്ക്രീൻ വർക്കാകുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. വി ആർ ബാക്ക് വിത്ത് അനദർ മഹീന്ദ്ര BEs. അതായത് XEV9 ഒരു യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ XEV9 യൂസർ റിവ്യൂ. അന്ന് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ 1 വീക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇതിപ്പോൾ ഒരു എടുത്തിട്ട് 1-2 മാസമായിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ട് കുറച്ച് കിലോമീറ്റർ ഓടി ബഗ്സോ ഇഷ്യൂസോ അല്ലെങ്കിൽ പോസിറ്റീവ്സ് കൂടുതലായിട്ടൊക്കെയുള്ള അറിയാൻ പറ്റിയ ഒരു റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. BE6 ഓൾറെഡി 10,000 ഓടിയ റിവ്യൂ നമ്മൾ ചെയ്തു. BE6 XEV9 ബുക്കിംഗ് കൂടുതലെന്നും ആളുകൾ കൂടുതൽ നോക്കുന്നതെന്നൊരു ന്യൂസും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണാറുണ്ട്. കാരണം കുറച്ചുകൂടെ ഫാമിലി ഫ്രണ്ട്ലി, മീൻസ് ഫാമിലി യാത്രകൾക്ക് ആളുകൾ ചൂസ് ചെയ്യുന്നതും യാത്രാസുഖം ഇൻറ്റീരിയറിലെ സ്പേസിൻ്റെ കാര്യത്തിലെല്ലാം XEV9 കേമൻ എന്നാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം. അതൊക്കെ ഏതായാലും നമുക്ക് ഇതിൻ്റെ യൂസറിനോട് ചോദിക്കാം. ഈ ഒരു ഫ്രെയിം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളൊരു ഫ്രെയിം തന്നെയാണ് നമ്മുടെ ചാനലിൽ ഏകദേശം 1 വർഷം മുമ്പ് നമ്മളൊരു 2 ഇലക്ട്രിക് കാസിൻ്റെ സിട്രോൺ EC3 ആൻഡ് നെക്സൺ EVയുടെ ലോങ് ടേം യൂസർ റിവ്യൂസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള അതേ ഫ്രെയിമാണ്, അതേ യൂസറാണ്. അവരുടെ 3ാമത്തെ ഇലക്ട്രിക് വാഹനമാണ്. XEV9 പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 650 കിലോമീറ്റേഴ്സ് റേഞ്ചൊക്കെ അവകാശപ്പെടുന്നു. എങ്കിലും 500 കിലോമീറ്ററൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയുന്നു. പക്ഷേ 500 തന്നെ കിട്ടുന്നുണ്ടോ, 500 കിട്ടാൻ എഫേർട്ട് ഇട്ട് ഓടിക്കണോ, പിന്നെ ബഗ്സോ ഇഷ്യൂസോ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കാം. ഞാൻ ഇൻട്രോയിൽ അധികം നീട്ടുന്നില്ല. സോ ഇതിൻ്റെ യൂസേഴ്സിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇപ്പോൾ മനസ്സിലായോ XEV9 യൂസർ ആരാണ്? നമ്മൾ 1 വർഷമായി നമ്മൾ മറ്റ് 2 വണ്ടികളെ റിവ്യൂ ചെയ്തിട്ട്. വെൽക്കം ബാക്ക് അനന്ത് ബ്രോ. അന്ന് അഭിജിത് ബ്രോയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, നല്ല കമൻറ്റ് സെക്ഷൻ വായിച്ചാൽ തന്നെ അറിയാം, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അതെന്ന് പലരും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയിരുന്നു. ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവർ. അത് സിട്രോൺ EC3യും നെക്സൺ EVയും പറ്റി മാത്രമല്ല, ഒരു ഇലക്ട്രിക് യൂസേഴ്സ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അതിലുണ്ട്, മുകളിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. ഓക്കെ, ഒന്നുകൂടെ അനന്തുവിനെ ഒന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ പേര് അനന്തു എന്നാണ്. ഞാൻ അഡ്വക്കേറ്റാണ്. അതുപോലെ നമുക്ക് ഫാമിലി ആയിട്ടൊരു ബിസിനസ്സുണ്ട്. ഷോറൂംസ് 3 വീലർ ആൻഡ് 2 വീലറിൻ്റെ ഓട്ടോമോട്ടീവ് ഫീൽഡിൽ തന്നെയാണ്. അതെ. ഓക്കെ, അപ്പം ഇലക്ട്രിക് ഫീൽഡിലോട്ട് ഇതുവരെ വന്നില്ലല്ലോ? അല്ല, ഇലക്ട്രിക് ഉണ്ട്. നമുക്ക് മഹീന്ദ്രയുടെ ഇലക്ട്രിക് ട്രിയോ കൊമേഴ്ഷ്യലിൻ്റെ ഇതുണ്ട്. പിന്നെ സ്കൂട്ടർ ആണെങ്കിൽ ഹീറോയുടെ വിത, TVS അങ്ങനെ ഉണ്ട്. ഇലക്ട്രിക്കിൻ്റെ ഉണ്ട്, ഹീറോയുടെ എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ അടുത്ത ഒരെണ്ണം കൂടി ആഡ് ചെയ്തു ഗരാജിലേക്ക്. XEV9 ഇതൊക്കെ അനൗൺസ് ചെയ്തപ്പം എല്ലാ വണ്ടിപ്രാന്തന്മാർക്കും ഇലക്ട്രിക് വിരോധികൾക്കും ആഗ്രഹമുള്ള വണ്ടികളായിരുന്നു മഹീന്ദ്രയുടെ ബോൺ ഇലക്ട്രിക്സ്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ പ്രത്യേകിച്ച് അതല്ലാതെ എന്തെങ്കിലും കാരണമുണ്ടോ? പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടിയോടുള്ളൊരു താല്പര്യം കൊണ്ടാണ്. നമ്മൾ ഇലക്ട്രിക് വണ്ടി 2 യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഈ നെക്സോൺ EVയും പിന്നെ സിട്രോൺ EVയും. അപ്പം അതിൻ്റെ 2 യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് എടുത്താ. നമ്മുടെ ഈ ലാഭം നോക്കിയുള്ള ഒരു ഇതിൻ്റെ കഴിഞ്ഞു. ലാഭം നോക്കി എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് കാര്യം അതൊരു 20 lakhs താഴെ ഉള്ളത് ഇലക്ട്രിക് വണ്ടി ലാഭമുള്ളൂ എടുക്കുകയാണെങ്കിൽ. ഇത് ഇച്ചിരി കൂടെ നമുക്ക് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടിയോടുള്ള താല്പര്യം കൊണ്ട് പുതിയൊരു വണ്ടി എടുക്കണം, ഫാമിലി വണ്ടി എടുക്കണം, ബെറ്റർ ഓപ്ഷൻസ് എല്ലാം കാണണം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെടുത്തിട്ട് കാര്യമുള്ളൂ അല്ലേ? ഞാൻ പിന്നെ ഈ വണ്ടി നേരത്തെ കണ്ടായിരുന്നു. അതായത് 2023-22 ആ സമയത്ത് മഹീന്ദ്രയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഡീലർഷിപ്പ് ഉള്ളതുകൊണ്ട്, മഹീന്ദ്ര ഡീലർഷിപ്പ് ഉള്ളതുകൊണ്ട് മഹീന്ദ്രയുടെ ഡീലേഴ്സിനെ എല്ലാം വിളിച്ചത് പേഴ്സണൽ സെഗ്മെൻറ്റും കമേഴ്ഷ്യൽ സെഗ്മെൻറ്റും എല്ലാം കൂടെ ചേർത്തൊരു നാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിന് പോയപ്പോൾ ഇത് ജസ്റ്റ് കോൺസെപ്റ്റ് മോഡൽ മറ്റേ ക്ലേയിൽ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ ഓൾറെഡി കാണിച്ചായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മളെ ഫോണൊന്നും അവർ യൂസ് ചെയ്യാൻ സമ്മതിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഫോട്ടോ ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഏകദേശം ഈ ഷേപ്പ് തന്നെ ആയിരുന്നു. അതാണ് എല്ലാവരും ഞെട്ടിയത്. BE6 അതേപോലെ തന്നെ കോൺസെപ്റ്റ് മോഡൽ കൊണ്ടുവന്നിരുന്നു. BE6 അതേപോലെ തന്നെയാണ് ഇപ്പോഴും, ഇതും അതേപോലെ തന്നെ. വേറൊരു മോഡലും കൂടെ കാണിച്ചായിരുന്നു, മറ്റേ ഈ മറ്റേ നമ്മുടെ ഉർസിൻ്റെ ഏകദേശം ഷേപ്പ് വരുന്ന വേറൊരു ടൈപ്പ്, ഒരു ഈ നമ്മൾ ഈ വരാനിരിക്കുന്ന ഒരെണ്ണം. XUV അല്ല, വേറെ XEV700 വരുന്നുണ്ട് എന്ന് പറയുന്നത്. അതല്ലാതെ വേറൊന്നും കൂടെ കാണിച്ചു. ഓക്കെ, അതായത് മഹീന്ദ്രയുടെ അത്ഭുതങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. XEV9
സ്വന്തമാക്കി എത്ര എമൗണ്ടിന് കിട്ടി? ഏപ്രിലിലെ ടാക്സ് ഒക്കെ ടാക്സ് 1 ലക്ഷം രൂപ കൂടിയ അപ്പം 35 lakhs ആയി. അല്ലെങ്കിൽ 34 ആവത്തുള്ളായിരുന്നു കഴിഞ്ഞ മാസമായിരുന്നെങ്കിൽ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ബുക്ക് ചെയ്ത് അങ്ങനെ അല്ല, ഒരു ക്യാൻസലേഷൻ വന്നപ്പോൾ പിന്നെ നമുക്ക് മഹീന്ദ്ര ഡീലർഷിപ്പ് ഉള്ളതുകൊണ്ടുള്ള പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് കിട്ടാൻ പറ്റി, അങ്ങനെ കിട്ടി. അതെ അതെ അതെ. ഓക്കെ, എങ്ങനെയുണ്ട് വണ്ടി മൊത്തത്തിൽ? വണ്ടി നല്ല വണ്ടിയാണ്, നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര താല്പര്യം തോന്നും. ഓവറോൾ എക്സ്പീരിയൻസും നല്ല എക്സ്പീരിയൻസ് ആണ് ഡ്രൈവിംഗ് സൈഡിൽ. പിന്നെ ഉള്ള കുഴപ്പങ്ങളെന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ബഗ്ഗുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞിട്ട് തന്നെ വാങ്ങിച്ചത്, നമുക്കറിയാം. നമുക്ക് ആ വണ്ടിയിൽ അത്യാവശ്യം ബഗ് ഉണ്ടായിരുന്നു. കാര്യമായ ബഗ് ഇല്ലാത്തത് സിട്രോൺ, പക്ഷേ സിട്രോണും ഉണ്ടായിരുന്നു ഇടയ്ക്ക് AC ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലാണെങ്കിൽ നമ്മുടെ നെക്സോണിലാണെങ്കിൽ ഇടയ്ക്ക് സ്ക്രീൻ ഫുള്ള് ബ്ലൂയിഷ് ആവും, പിന്നെ വർക്ക് ആവത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയാലൊക്കെ ആവുന്ന ഒരു ഇതിലേക്കായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഏകദേശം ഈ ബഗ്ഗുകൾ വരും. അത് കമ്പനിയും പറയുന്നുണ്ട് ചെറിയ ബഗ്ഗുകൾ വരുമെന്ന്. ഒരു ബഗ് ഞാൻ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലിയർ ആയി, 1-2 ബഗ്ഗുകൾ ക്ലിയർ ആയി. പക്ഷേ ചില ബഗ്ഗുകൾ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അത് പയ്യെ ക്ലിയർ ആക്കാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ടൊക്കെ വരാം. വണ്ടിക്ക് റേഞ്ച് പറയുന്നത് ഏകദേശം 680 കിലോമീറ്റർ റേഞ്ചൊക്കെ വരും. പക്ഷേ ശരിക്കും എത്ര റിയൽ ലൈഫിൽ കിട്ടുന്നുണ്ട്? ഏകദേശം ഞങ്ങൾ ഇങ്ങനെ ഫുൾ ഡ്രെയിൻ ചെയ്ത് ഓടിച്ചിട്ടില്ല. ഏകദേശം 25% വരെ നോക്കിയിട്ട് ബാക്കി നമ്മൾ റൺ ചെയ്തതും പിന്നുള്ളതും കൂടെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 530 ഞങ്ങൾ ട്രിവാൻഡ്രം പോയിട്ട് വന്നപ്പം ബാക്കി ഉള്ള ഞങ്ങൾ ഓടിച്ചതും, ഞങ്ങൾ ട്രിവാൻഡ്രം പോകുന്നതിന് മുമ്പേ ഇവിടെ കുറച്ച് ഓടിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രിവാൻഡ്രം ഓടി, അന്ന് ചാർജ് ചെയ്തില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഏകദേശം 500 അടുത്ത് 500 എബോ കിട്ടിയായിരുന്നു. അതാണ് മാക്സിമം വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഇച്ചിരി കാല് കൊടുത്ത് ഇങ്ങനെ ഓടിച്ച് നോക്കിയപ്പോഴും ഒരു 450 470 അത്രയൊക്കെ ഏകദേശം കിട്ടുന്നുണ്ട്. നമ്മൾ നല്ല കാല് കൊടുത്ത് ഓടിച്ചാലും കിട്ടും. നല്ല കാലം എടുത്താലും 450 ഒരു പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിച്ചാൽ കുഴപ്പമില്ല കിട്ടും. പക്ഷേ ഈ 400 മോശമൊന്നുമല്ല, നല്ല റേഞ്ചാണ്. നമുക്ക് 79 കിലോവാട്ട് ബാറ്ററിക്ക് 400 ഇച്ചിരി. പക്ഷെ നമുക്ക് അതാണെങ്കിൽ നമ്മൾ പേടിക്കും ഒന്നുകൂടെ. ഇതാണെങ്കിൽ അത്രയും നമുക്ക് ഇച്ചിരി കൂടെ ധൈര്യത്തോടെ ഓടിക്കാം. അതാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ, അതായത് ആ നെക്സോൺ ആണെങ്കിൽ ഒരു 20-30 ഒക്കെ കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് ഡിപ്പാവും. നമ്മൾ വിചാരിക്കുന്നത് അതിൻ്റെ അകത്ത് ചിലപ്പം ഇച്ചിരി കാണിക്കും ഒരു 50 കിലോമീറ്റർ, പക്ഷെ 50 കിലോമീറ്റർ പോലും പോകത്തില്ല. 10-15 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും 0 ആയി ലിമ്മോഡായി ഓഫായി പോകും. അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ ലിമ്മോഡ് ആയിട്ട് ഫ്ലാറ്റ് ബെഡിൽ എടുത്തുകൊണ്ട് പോയി. ഒരു പ്രാവശ്യം നെക്സോണിൻ്റെ നമ്മുടെ സർവീസ് സെൻറ്ററിൽ തന്നെ കൊണ്ടുപോയി, കാരണം അങ്ങനെ പെട്ടെന്ന് വന്നതിൻ്റെ ഇത്. അപ്പം അപ്പോഴേ അവർ ടെസ്റ്റ് ചെയ്തായിരുന്നു, മറ്റേ അവർ ഫുള്ള് കാലിബ്രേഷൻ നോക്കാൻ വേണ്ടി 100% ആക്കിയിട്ട് അത് ഫുള്ള് ഡ്രെയിൻ ചെയ്ത് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴെന്തോ ഇഷ്യൂ ഉണ്ടെന്നുള്ള അവർ പറഞ്ഞു. ഇപ്പോൾ എന്നോട് ഒരു 3 പ്രാവശ്യം അതുപോലെ 100% ആക്കി തീർത്തിട്ടുള്ളതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സർവീസ് സെൻറ്ററിൽ അല്ലാതെ തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഇപ്പോൾ കാണിച്ചപ്പോൾ പറഞ്ഞ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്, മാറ്റണമെന്നാണ്. അപ്പം മാറ്റിത്തരും, വാറണ്ടിയിൽ മാറ്റിത്തരും. അത് കുഴപ്പമില്ല. ലെക്സോൺ ടാറ്റയല്ലേ കൊടുത്തത്, വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ല. ഞാൻ വണ്ടി എടുത്തത് ഗോകുലത്തിൽ നിന്നാണ്. അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നല്ല, പക്ഷെ സർവീസ് അത്ര ഇതില്ല. കാരണം അവരോട് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ഇതിന് മുന്നേ അതിൻ്റെ നമ്മുടെ 3 കിലോവാട്ടിൻ്റെ ചാർജർ ഉണ്ടല്ലോ, അത് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മെയിൻ 7 കിലോവാട്ടിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്, അതും കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നെ സിട്രോണിൻ്റെ ചാർജർ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴും സ്ലോ ചാർജ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് 3 കിലോവാട്ടിൻ്റെ. അപ്പോൾ ഇത് ശരിയാക്കാൻ വേണ്ടി ഞാൻ ഇവരെ കുറേ വിളിച്ചു. അതായത് ഈ ഗോകുലത്തിൻ്റെ സർവീസിലെ സെയിൽസിലെ ആൾ കുഴപ്പമില്ല, പുള്ളി നമ്പർ വന്നു സർവീസിൽ, പുള്ളിക്ക് ചെയ്യാൻ പുള്ളി ചെയ്തു, പുള്ളി കുഴപ്പമില്ല. പക്ഷേ സർവീസിൽ അങ്ങ് വിളിച്ചിട്ട് അവർ പ്രോപ്പറായിട്ട് ഉത്തരം തരുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 7 കിലോവാട്ടിൻ്റെ എക്സിക്കോ എന്ന് പറഞ്ഞ കമ്പനിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെയാണ് വിളിക്കേണ്ടത്, അവരുടെ വേറെ വെൻഡറാണ്. അപ്പോൾ അവരുടെ നമ്പർ തരുമോ അതൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ ഈ ലെക്സോൺ ടാറ്റയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു അഡ്വൈസറാണ്, ഹരി എന്ന് പറഞ്ഞ അഡ്വൈസറാണ്, ഇത് വേറെ വെൻഡറാണ്, അപ്പോൾ ആ വെൻഡറിനെ വിളിച്ചാലാണ് ഇത് ക്ലിയർ ആക്കി തരുന്നതെന്ന് പറഞ്ഞ് ഇത് ക്ലിയർ ആക്കി. അതുപോലെ തന്നെ എനിക്ക് ആ ബാറ്ററി ചാർജർ അവർ മാറ്റി തന്നു, എല്ലാം റെഡിയാക്കി തന്നു. കുഴപ്പമില്ല. അതുകൊണ്ട് ഓക്കെ. അപ്പം ആ ചാർജേഴ്സ് ഉള്ളത് കൊണ്ട് ഇത് വാങ്ങിയപ്പോൾ ചാർജർ വേറെ മേടിച്ചല്ലോ? ഓൾറെഡി 11 കിലോവാട്ടിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 കിലോവാട്ടിൻ്റെ കിട്ടുന്നുണ്ട്. അപ്പം 11 കിലോവാട്ടിന് ഏകദേശം 75,000 റുപ്പീസോളം ആവും. അതെ. എങ്ങനെയുണ്ട് അതിൻ്റെ വീട്ടിൽ കുത്തിയിട്ട് നോക്കിയിട്ടുണ്ട്? അത് കുഴപ്പമാക്കുണ്ട്. അതെല്ലാം ഇപ്പോൾ ചാർജ് ചെയ്യുന്നത്, അതെല്ലാം സ്ഥിരം ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? നമ്മൾ ഫുൾ ഡ്രെയിൻ ചെയ്യാത്തതുകൊണ്ട് ഒരു 6 hours 7 hours കൊണ്ട് ഫുൾ ചാർജ് ആവും. ശരി. ഓക്കെ. അപ്പോൾ ചാർജിങ്ങിൻ്റെ കാര്യത്തിലും പ്രശ്നമൊന്നുമില്ല. ഈ മഹീന്ദ്രയുടെ ഇതുവരെ ബഗ്ഗുകൾ പ്രശ്നം, ഫസ്റ്റ് മഹീന്ദ്ര EV ആണല്ലോ ഇവിടുത്തെ. അതെ. അപ്പോൾ മഹീന്ദ്ര കമ്പയർ ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല, എന്നാലും ഞാൻ ചോദിക്കുക, കമ്പാരിറ്റീവ്ലി സിട്രോൺ ആണോ ബഗ്ഗുകൾ കുറച്ച് കുറവുള്ളതെന്ന് തോന്നിയത്? ഈ ഇലക്ട്രോണിക്കൽ പരമായിട്ട് ബഗ്ഗുകൾ കുറവുള്ള അതിന്, പക്ഷെ അതിന് AC കംപ്ലൈൻറ്റ് ഇടയ്ക്ക് വരുമായിരുന്നു, അതേ ഉള്ളൂ. ഓക്കെ. പക്ഷെ ബഗ്ഗുകൾ കുറവാണ് അതിന്.
ഓക്കെ, അപ്പോൾ 3 ബ്രാൻഡ്സിൻ്റെ EV ആയി. അതെ. അപ്പം നമുക്ക് അടുത്ത ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. സോ ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ അനത്തിൻ്റെ ഫാദറിനോട് തന്നെ ചോദിക്കാം. അങ്കിൾ, വെൽക്കം ബാക്ക്. ഒരു വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വണ്ടി എടുത്തു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്കിൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കോ. എൻ്റെ പേര് അശോക് കുമാർ എന്നാണ്. എൻ്റെ വീട് മൈലപ്ര പഞ്ചായത്തിലാണ്, താഴെ വെട്ടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പം അടുത്ത 3ാമത്തെ ഇലക്ട്രിക് വണ്ടി എടുത്തു. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ കുറേ വണ്ടികൾ പല ബ്രാൻഡ്സിൻ്റെ മാറി ഉപയോഗിച്ചിട്ടുണ്ട്. മഹീന്ദ്രാസ് യൂസ് ചെയ്തിട്ടുണ്ട്, കിയ അല്ലെങ്കിൽ ഫോക്സ് വാഗൻ, ബൊളേറോ കിടക്കുന്നു, അതുപോലെ ഒരു ഓഡി A6 കിടക്കുന്നു, സിട്രോൺ, ടാറ്റ, എല്ലാ ബ്രാൻഡ്സും അത്യാവശ്യമായി. അപ്പോൾ മഹീന്ദ്രയുടെ ഒരു വണ്ടി ഇത്രയും വർഷങ്ങൾ കണ്ട് വന്ന പോലത്തെ ഒരു വണ്ടികളല്ല അവരിപ്പോൾ ഇറക്കുന്നത്. അതിനെപ്പറ്റി എന്താണ് മഹീന്ദ്രയുടെ ഒരു ക്വാളിറ്റി, കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സിനെ എങ്ങനെ വിലയിരുത്താൻ പറ്റുന്നു? അതൊരു ക്വാളിറ്റിയോടുകൂടിയുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണോ, അതോ ജസ്റ്റ് അവർ ഗിമിക്സ് മീൻസ് ഫീച്ചേഴ്സ് കൊടുത്ത് ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു കാര്യമായിട്ടാണോ തോന്നുന്നത്? എങ്ങനെ ഫീൽ ചെയ്യുന്നു മൊത്തത്തിൽ? ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. മറ്റ് കുറച്ചു കാലമായിട്ട് മഹീന്ദ്ര എല്ലാ വാഹനങ്ങളിലും കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അവരുടെ ബിൽറ്റ് ക്വാളിറ്റിയൊക്കെ തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ ഇമ്പ്രൂവ്മെൻറ്റ് മറ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ നന്നായിട്ടാണ് ഈ വാഹനം ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സൊന്നും ഒരു കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും ഇതുവരെ കൊടുക്കാൻ സാധിക്കാത്ത, പെട്രോൾ പോലുമുള്ള വാഹനങ്ങൾക്ക് കൊടുക്കാൻ സാധ്യമല്ലാത്തത് ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നു എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ചിലർ പറയാറുണ്ട് 35 ലക്ഷം രൂപയ്ക്ക് മഹീന്ദ്ര എടുക്കുന്നു, ഇത്രയും പൈസ കൊടുത്ത് എടുക്കുന്നു എന്നുള്ള ഒരു കംപ്ലൈൻറ്റ്സ് പറയാറുണ്ട്. അങ്ങനെ ഇതുവരെ തോന്നിയിട്ടുണ്ട്? ഈ വാഹനത്തെ സംബന്ധിച്ച് അങ്ങനെ തോന്നത്തേയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വന്നിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൻ്റെ വലിപ്പവും ഇതിൻ്റെ ഓവറോൾ എല്ലാം കൂടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഉള്ള മറ്റ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ നിർമ്മിത വാഹനങ്ങൾക്കൊക്കെ തന്നെ ഉള്ള വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 4-1 പ്രൈസ് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാര്യം 1 കോടി മുകളിലുള്ള ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് 3 സ്ക്രീൻ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. 3 സ്ക്രീന് ഇത് യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് വാർത്തകളും TV എല്ലാം കണ്ടുകൊണ്ടേ ഇരിക്കാം സൈഡിൽ. അതും നല്ല ക്വാളിറ്റിയിലാണ് കാണുന്നത്. എക്സ്പീരിയൻസ് ചെയ്തു. നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ ഇത്രയും ഒരു മൊബൈലിലൊക്കെ കിട്ടുന്ന ക്ലാരിറ്റിയിലും കൂടിയ ക്ലാരിറ്റി ഈ സ്ക്രീനിൽ കിട്ടുന്നു, വലിയ സ്ക്രീനിൽ കിട്ടുന്നു. അതൊരു വലിയ വ്യത്യാസമാണ് മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച്. ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് അതാണ്. ചുമ്മാ പേരിനൊരു സ്ക്രീൻ അല്ല. പേരിനൊരു സ്ക്രീൻ അല്ല. പിന്നെ ബാക്കി ക്വാളിറ്റി കാര്യത്തിൽ എന്തൊക്കെയാണ്? ക്വാളിറ്റി അതിൻ്റെ സീറ്റാലും മറ്റ് ഇതിൻ്റെ ഗ്ലാസ് പോലും ഓരോന്നിനും നോക്കുമ്പം ഈ ഗ്ലാസ് ഉയർത്തുന്ന സമയത്ത് തന്നെ നമുക്കറിയാം അതിൻ്റെ ഗ്ലാസ് ഉയരുമ്പോൾ ഉള്ള ക്വാളിറ്റി. മറ്റു ചില വാഹനങ്ങൾ ഗ്ലാസ് ഉയർത്തുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം ഇതുമായിട്ടുള്ള ആ ഒരു അതിൻ്റെ ആ വൈബ്രേഷൻ ഒരു നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുന്ന സമയത്തും വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് തന്നെ പറയാം ഈ വാഹനത്തിൽ. പിന്നെ കുറച്ച് നാളായിട്ട് ഈ മഹീന്ദ്ര വാഹനങ്ങൾക്കൊക്കെ ഇങ്ങനെ കുറേയേറെ ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. ഇത് ഞങ്ങൾ ഡൽഹി പോയി പിന്നെ ഇത് കണ്ട സമയത്ത് തന്നെ ഈ വാഹനം വളരെ സക്സസ് ആകുമെന്ന് തോന്നി. അന്ന് കണ്ടപ്പോൾ 2 വർഷം മുമ്പ് തന്നെ അത് സ്വന്തമാക്കുകയും ചെയ്തു. ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യം, അതായത് 79 kWh ബാറ്ററി ഉണ്ട്, എന്നിട്ട് അവർ 650 ഒക്കെ പറയുന്നു, പക്ഷേ 500 കിട്ടുന്നുള്ളൂ പോരമായിട്ട് തോന്നുന്നുണ്ടോ? അത് നമ്മുടെ നാട്ടിലും നമ്മുടെ ഓട്ടത്തിനൊക്കെ അത് മതി എന്നാണ് തോന്നിയിട്ടുള്ളത്? അതല്ല, ഈ വാഹനങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഏത് വാഹനവും ഒരു 100 കിലോമീറ്റർ കുറച്ച് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഇവർ 650 മുകളിലാണ് പറയുന്നത്, പക്ഷേ നമുക്ക് അതൊരു 100 കിലോമീറ്റർ കുറച്ച് പറഞ്ഞാൽ മതി. അതാ എല്ലാ വാഹനം ടാറ്റയാണെങ്കിലും അതേപോലെ തന്നെയാണ്. ഒരു പിന്നെ 350 പറഞ്ഞാലും 250, 450 പറയുന്ന ഈ മോഡലിന് 350 കിട്ടുന്നുള്ളൂ. സിട്രോൺ ആണെങ്കിൽ 350 പറയുന്നു, 230 കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ച്. പിന്നെ അതിൽ കുറച്ച് നാളുമായിട്ട് ഇപ്പം ഒരു 30 കിലോമീറ്റർ ഒക്കെ ആകുമ്പം 30% ചാർജ് ആകുമ്പം സഡനായിട്ട് ടാറ്റയിൽ ഭയങ്കര പ്രശ്നമാണ്. ടാറ്റ ഈയിടെ പത്തനംതിട്ട ടൗണിൽ വെച്ച് നമ്മുടെ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ വെച്ച് വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പായി പോയി. 30 ഇരുന്ന വണ്ടി നിമിഷം കൊണ്ട് പോയി. പിന്നെ ഞങ്ങൾ ക്രെയിൻ കൊണ്ടുപോകേണ്ടി വന്നു. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മളൊരു 30 ഉണ്ടെന്ന് വിചാരിച്ച വാഹനം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് തന്നെ 0 ആകുന്നു, സഡൻ നിന്ന് പോകുന്നു, സ്റ്റോപ്പ്. അതൊരു വലിയ പ്രശ്നമാണ്. ഓക്കെ.
ഓക്കെ, ഏതായാലും ബാറ്ററിയുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടെ വിശ്വസിക്കാം ഇവനെ അല്ലേ? കുറച്ചുകൂടെ വിശ്വസിക്കാം. BYD. ബ്ലേഡ് ബാറ്ററി ആയതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് വിശ്വസിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. പിന്നെ കുറച്ച് ഓടിയെങ്കിലേ നമുക്കത് പറയാൻ പറ്റും. ഇപ്പം ഏകദേശം 4000 കിലോമീറ്റർ ഒക്കെ ആകുന്നതേ ഉള്ളൂ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഒരു ധൈര്യമാണ്. നമ്മൾ ആ ചെല്ലുന്ന സ്ഥലം വരെ എത്തി എന്ന സമയത്ത് ചിലപ്പോൾ ഇടയ്ക്ക് ചാർജിങ് സ്റ്റേഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട് അവിടെ വരെ എത്താം. അപ്പോൾ ഈ പെട്രോൾ വണ്ടിയും നമ്മുടെ ഇലക്ട്രിക് വണ്ടിയും തമ്മിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഫീലിംഗ്, അയ്യോ ഇത് നമുക്ക് അവിടെ എത്തുന്നവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, കയറ്റം ഉള്ളിടത്താകുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആകും. അപ്പോൾ നമുക്ക് പണ്ടൊരു അനുഭവം ഉണ്ട്. ഇവിടുന്ന് പിന്നെ കുട്ടിക്കാനം പോയി അങ്ങോട്ട് പോയ വഴിക്ക് ചാർജിങ് സ്റ്റേഷൻ ഒന്നും തന്നെ അന്ന് പ്രവർത്തനം ഇല്ലായിരുന്നു. ഞങ്ങൾ പോയിടത്തൊക്കെ ചെന്നപ്പോൾ അതൊന്നും വർക്കാവുന്നില്ല. അവസാനം തിരിച്ചു പോകുന്ന യാത്ര വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോന്നു, തിരിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെയൊക്കെ ഉള്ളത് ഇത് കുറച്ച് റേഞ്ച് കൂടുതലായതുകൊണ്ട് പേടി വേണ്ട. ബാക്കിയൊക്കെ എല്ലാ കാര്യത്തിലും ഇലക്ട്രിക് വാഹനം നമ്മുടെ യാത്ര സൗണ്ട് ഇല്ല, പൊല്യൂഷൻ ഇല്ല, ഇങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിലാണ് നമ്മളെ ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് റേഞ്ച് കൂടിയ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചിന്തിച്ചതിന്റെ കാര്യം അതാണ്. ഓക്കെ, അപ്പം എന്ന് ചോദിക്കുകയാണ്, ഈ പറഞ്ഞ ഈ റേഞ്ചിന്റെ 100 കിലോമീറ്റർ കുറച്ച് ചിന്തിക്കാന്നുള്ള റേഞ്ചില്ലേ, ആ ചിന്ത വേണ്ടാത്ത ഒരു വണ്ടിയുണ്ട് മാർക്കറ്റിൽ, BYDs. അവരോട്ട് എന്തുകൊണ്ട് ചിന്തിക്കാൻ പോയില്ല ഈ ഒരു ബഡ്ജറ്റിലോട്ട് നോക്കിയിട്ടും? BYD വാഹനത്തിന് ഞാൻ നോക്കിയ സമയത്ത് ഈ ഫീച്ചേഴ്സ് ഈ വാഹനവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഫീച്ചേഴ്സ് ഇല്ല. പക്ഷേ അവരുടെ ബാറ്ററിയുടെ കുറിച്ച് ആളുകൾ പറയുന്നത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിലും അത് ഏകദേശം പറയുന്ന ലെവലിൽ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് BYD. ഇനി ഒരു ചാൻസ് വന്നാൽ കുറച്ചുകൂടെ ആയിരുന്നു. ഒരു 2 വർഷം കഴിയുമ്പോഴേ ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആകും. അപ്പം പിന്നെ പുതിയ ഇതിലും കൂടുതൽ റേഞ്ചും കൂടുതൽ ഫീച്ചേഴ്സും ഒക്കെയുള്ള വാഹനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ MG തന്നെ ഞങ്ങൾ കഴിഞ്ഞ പിന്നെ ഡൽഹിയിലെ എക്സ്പോയിൽ കണ്ടത് ഒരു വാഹനം നമ്മുടെ ഈ വെൽഫെയറിന്റെ അതേ വെൽഫെയറിന് പോലും 1.20 സമയത്ത് ആ വാഹനത്തിന് ഒരു 80 താഴെ കിട്ടുന്നു, ഇലക്ട്രിക്കും കൂടെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം അതേ വലിപ്പവും അതേ കംഫർട്ടും ഒക്കെ ഉള്ള ഒരു വാഹനമാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ MG ഉണ്ട്, BYD ഉണ്ട്, ഇങ്ങനെ ആ മാർക്കറ്റില്. പിന്നെ ഇതൊരു ഇന്ത്യൻ വാഹനമാണെന്നുള്ള ഒരു പ്രത്യേകത കൂടി നമുക്ക് ഉണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം BYD ഒരു ചൈനയുടെ ഉൽപ്പന്നമാണ്. അതേസമയം ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ ഉൽപ്പന്നമാകുമ്പോൾ നമുക്ക് അതിനോട് അട്രാക്ഷൻ അല്പം കൂടുതലുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ വാഹനത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. കാര്യം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ നല്ല വാഹനങ്ങൾ ചെയ്യുമെങ്കിൽ നമ്മൾ എന്തിന് മറ്റു സ്ഥലത്ത് ഉള്ളത് പ്രൊമോട്ട് ചെയ്യുന്നു ഉള്ളതാണ് അതിന്റെ പ്രശ്നം. തീർച്ചയായിട്ടും. പിന്നെ ഇത് കൂടുതലും അനന്തുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്കിളും ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുമല്ലോ? ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾ രണ്ടും ഒന്നിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ തോന്നി മറ്റ് വണ്ടികളുമായിട്ടുള്ള ഒരു ഡ്രൈവിങ്ങിന്റെ ഒരു കാര്യത്തിൽ എന്ത് തോന്നി? ഡ്രൈവിംഗ് സുഖം അല്ലെങ്കിൽ സീറ്റിങ്ങിന്റെ കംഫർട്ട് അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്തു? സീറ്റിങ്ങിനും കംഫർട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ ഇച്ചിരി ഉയരമുള്ള ആളായതുകൊണ്ട് ഇപ്പം ഈ കുറച്ചുകൂടെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഇപ്പം ഞാൻ ഡ്രൈവിംഗ് സീറ്റ് അല്ലാതെ ഇപ്പുറത്തിരുന്ന് കഴിഞ്ഞാൽ അത് ആ രീതിയിൽ ഉയർത്താൻ പറ്റാത്തത് കൊണ്ട് തൈ സപ്പോർട്ട് ഒരല്പം കുറവായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഉള്ളത് കൊണ്ട് അത് തോന്നി അല്ലേ? ബാക്ക് സീറ്റിലെ കംഫർട്ട് എങ്ങനെ? ബാക്ക് സീറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഇരിപ്പ് കംഫർട്ടാണ്, കുറച്ച് ഇതുണ്ട്, നല്ല ഉയരത്തിലാണ്, ഫ്രണ്ട് നല്ലപോലെ കാണാം, തിയറിലൊക്കെ ഇരിക്കുന്ന പോലെ ഇച്ചിരി ഹൈറ്റിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിന് ഉള്ള ഒരു പ്രത്യേകത, ഒരു ചെറിയ ബോഡി റോൾ ഈ വാഹനങ്ങൾക്ക് ചെറുതായിട്ടുണ്ട്. വലിയതല്ല എങ്കിൽ പോലും നമ്മൾ ഇപ്പോഴത്തെ ചില വണ്ടി വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുണ്ട്. എല്ലാം പരിഹരിച്ച് അതെല്ലാം ഒരു മാറ്റി കൊണ്ടുവരും. ബാക്കി ബഗ് ഇഷ്യൂസും ബാക്കി വണ്ടിയിലെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് അനന്ത് ബ്രോയോട് തന്നെ ചോദിക്കാം. ഇപ്പം ഈ വണ്ടി ഒക്കെ വന്നേ പിന്നെ ഔഡി ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അംഗങ്ങളുടെ എണ്ണം കൂടുതൽ പോകുന്നതനുസരിച്ച് ആണെങ്കിൽ മറ്റേ ഇന്നോവ അതൊക്കെ യൂസ് ചെയ്യും. എല്ലാ വാഹനവും ഉപയോഗിക്കും എന്ന് വിധി വന്നെന്ന് വിചാരിച്ച് നമ്മൾ മറ്റേ വാഹനം, ഇപ്പോൾ പത്തനംതിട്ട ടൗണിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഏറ്റവും ചെറിയ വാഹനം എടുക്കും, അത് ഇലക്ട്രിക് എടുത്തുകൊണ്ട്. പിന്നെ നമ്മുടെ യാത്രയുടെ ദൂരം അനുസരിച്ചാണ് വാഹനങ്ങൾ. ഈ ടൗണിലോ പരിസരത്തോട്ടൊക്കെ പോകാൻ ഇപ്പോൾ ഇത് കഴിവതും കുറച്ചുകൊണ്ട് മറ്റുള്ള ഓക്കെ, ഏതായാലും അതൊക്കെയായിരുന്നു നമുക്ക് അന്ന് ചോദിക്കാനുണ്ടായിരുന്നു. ബാക്കി നമുക്ക് അനന്ത് ബ്രോയോട് ചോദിക്കാം. വണ്ടി തിരിച്ചിട്ടു. വണ്ടിയുടെ ലുക്ക് വൈസ് എങ്ങനെ, ഡിസൈൻ വൈസ് എങ്ങനെ ഫീൽ ചെയ്തു? ഫ്രണ്ടിലെ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ അതോ ബാക്കാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? രണ്ടും ഒരുപോലെ ഇഷ്ടം. ഏകദേശം രണ്ടും ഒരേ ഷേപ്പാണ്. ഇങ്ങനെ വന്നിട്ടൊരു നമ്മൾ ഈ മീശയൊക്കെ വെച്ച് ഒരിത് രണ്ടും ഇഷ്ടമായി. ഫ്രണ്ടിലെ ഇഷ്ടപ്പെട്ടോ? ശരിക്കും ഫ്രണ്ടിലത്തെ ഇഷ്ടപ്പെട്ടു. ആ ഒരു ഏരിയ
മറ്റേ അതും ഇങ്ങനെ വന്നിട്ട് നമ്മൾ ദൂരെ കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ എവിടെ പോയാലും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നോക്കി വണ്ടി ഏതാണ്, ചിലർക്ക് അറിയത്തില്ല, ചിലർക്ക് അറിയാവുന്നതുകൊണ്ട് നോക്കുന്നുണ്ട്. അപ്പൊ എല്ലാം ഇപ്പം വണ്ടി നിരത്തുകളിൽ ഇറങ്ങി തുടങ്ങുന്ന ഉള്ളതിന്റെ ഒരു ഇതായിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കും. ഒരു 3 മാസം കഴിയുമ്പോൾ കൂടും, അതായത് വണ്ടികൾ കൂടും. പിന്നെ ആൾക്കാർ ബുക്കിംഗ് അതുപോലെ ആയിട്ടുണ്ട്. വിൻസറിനൊക്കെ പൊട്ടിക്കുമായിരിക്കും ചിലപ്പോൾ പറയാക്കത്തില്ല. ഏകദേശം ഇതിനാണ് ഞാൻ ചോദിച്ചപ്പോഴും അല്ലാതെ പറയുന്നത് കേൾക്കുന്നതും ഇതിനാണ് ബുക്കിംഗ് കൂടുതൽ B6-നെക്കാട്ടിലും. നമ്മുടെ ക്വസ്റ്റ്യൻ അടുത്തത് അതാണ്. ഇതിന്റെ ലുക്കാണോ B6-ന്റെ ലുക്കാണോ ഇഷ്ടപ്പെട്ടത്? B6-ന്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ടെസ്റ്റ് ഡ്രൈവിന് ആദ്യം കൊണ്ടുവന്നതും B6 ആയിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അതിലോട്ട് നോക്കിയില്ല? പക്ഷെ അത് ഇച്ചിരി കൂടെ ഒരു കാണാൻ ഇച്ചിരി കൂടെ രസവും അതൊക്കെ അതിനാണ്. പക്ഷെ ഇതിനാണെങ്കിൽ ഒരു സ്ക്രീൻ എക്സ്ട്രാ ഉണ്ട്. ഇതിൽ ബാക്ക് സ്പേസ് ഇച്ചിരി കൂടെ കൂടുതലായിട്ട് തോന്നി. കൂടുതലായിട്ട് തോന്നിയല്ല, ഉണ്ട്. പിന്നെ ഹെഡ് റൂം ആണെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എടുക്കാൻ ഇച്ചിരി കൂടെ പ്രാക്ടിക്കലായിട്ട് ഇഷ്ടപ്പെട്ട ഇതാണോ അതാണോ? ഇതാ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, കാണാൻ രസം, സീറ്റും അതൊക്കെ അവതാ. ഇച്ചിരി കൂടെ ഒരു ഏലിയൻ മറ്റേ ഇതുപോലെ അതിന്റെ ഇരിക്കുന്നു. ഇത് ഇച്ചിരി കൂടെ നോർമൽ കാർ ലുക്കാ, ഒരു ഫാമിലി ആ ലുക്കാണ്. ഓക്കെ, അപ്പം B6 പറഞ്ഞ അതുകൊണ്ടാണ്. അതെ. ഓക്കെ, ഇനിയും എല്ലാം കിടക്കുന്നത് വൈറ്റ് കാസ് ആണ്. എനിക്ക് തോന്നുന്നു സിട്രോൺ മാത്രമേ ഉള്ളൂ ചെറിയൊരു വ്യത്യാസമുള്ള കളർ. അതായത് കിട്ടിയില്ല വൈറ്റ്. ഡ്യുവൽ ടോൺ വേറെ കളർ പെട്ടെന്ന് അവൈലബിൾ ആവുന്നത് ഈ കളറായിരുന്നു, അതുകൊണ്ട് ഇതെടുത്ത്. അല്ലെങ്കിൽ വൈറ്റ് എടുക്കുള്ളൂ. വൈറ്റിനോട് എന്താണ്? വൈറ്റ് അച്ഛന് ഭയങ്കര ഇഷ്ടം വൈറ്റ്. അങ്ങനെ അതുകൊണ്ട് അച്ഛൻ്റെ ഞാൻ ഇതിന്റെ ആദ്യം ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ചോദിച്ചായിരുന്നു. അപ്പോൾ ബ്ലാക്കിന് പിന്നെ ഒരു 1 month ഡിലേ ഉണ്ട്. പിന്നെ വൈറ്റിൻ്റെ രസം കാണാൻ, അതുകൊണ്ട് വൈറ്റ് ഇടും. ഓക്കെ, അപ്പം ഇത് കോട്ടിംഗ് ഒക്കെ ചെയ്തെന്ന് തോന്നുന്നല്ലേ? ചെയ്തു. സെറാമിക്കും താഴെ ഈ ബ്ലാക്ക് പോർഷൻ വരുന്നിടത്ത് PPF. അവിടെ മാത്രം PPF, ബാക്കി സെറാമിക്. ഇപ്പം ഫുള്ളി PPF ചെയ്യാഞ്ഞത് ഒന്ന് അവരെന്നെ സജസ്റ്റ് ചെയ്ത് പറഞ്ഞ്, ഞാൻ PPF ആണ് ആദ്യം ചോദിച്ചത്. അവരെന്നെ പറഞ്ഞു PPF ചെയ്യേണ്ട, വൈറ്റ് കാർ ആയതുകൊണ്ട് ചിലപ്പം യെലോയിഷ് ആവാൻ. അവർ രണ്ടിടത്ത് ചോദിച്ചു. രണ്ടും ഇച്ചിരി മെയിൻ ആയിട്ട് നിൽക്കുന്ന ഇത് കാൽഗറിയിലെ. അപ്പം അത് സജസ്റ്റ് ചെയ്തുകൊണ്ട് സെറാമിക്. പിന്നെ സെറാമിക്കാണ് ഇച്ചിരി കൂടെ തിളക്കമൊക്കെ കിട്ടുന്ന, റേറ്റും കുറവ് ഇപ്പം സെറാമിക്കിന്. ഇപ്പം സെറാമിക് ഒരുപാട് സെന്റേഴ്സ് ഉള്ളത് കൊണ്ട് ഡിമാൻഡും കുറഞ്ഞു. PPF-നാണ് കൂടുതൽ റേറ്റ് കൂടുതലും. അപ്പോൾ ഈ എസെൻഷ്യൽ പാർട്സ് ആയിട്ടുള്ള ബ്ലാക്ക് വരുന്നിടം മാത്രം അവിടെയാണല്ലോ എപ്പോഴും ചള്ള അടിക്കുന്നതും ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് പിന്നെ അവിടെ മാത്രം PPF ചെയ്തു. ഓക്കെ, വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് തോന്നിയോ? ഇല്ല, ബ്ലാക്കിനേക്കാളും എളുപ്പമാണ്. കാരണം ബ്ലാക്ക് ഇതുണ്ടായിരുന്നു, സെൽറ്റോസ് ഉണ്ടായിരുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അത് കൊടുത്തല്ലോ? അത് കൊടുത്തു. ഓക്കെ, അതുകൊണ്ട് ബ്ലാക്ക് അറിയാം, ഇച്ചിരി മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് സ്വൈപ്പിംഗ് ഒക്കെ നടക്കുമോ? സ്വൈപ്പിംഗ് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയില്ല. ചിലപ്പോൾ ഡിലേ ആയതുകൊണ്ട് ഞാൻ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ ചിലരുടെ നടക്കും, ചിലരുടെ ഇച്ചിരി ഡിലേ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. കീ ഉണ്ടോ കയ്യിൽ? കീ ഉണ്ട്, നോക്കാം. ചിലപ്പോഴേ ഇറക്കാവുള്ളൂ. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അല്ലേ? കോർണറിലാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ബൂട്ട് സ്പേസ് ഒക്കെ? ബൂട്ട് സ്പേസ് ഒക്കെ കുഴപ്പമില്ല, നല്ല ബൂട്ട് സ്പേസാണ്. നല്ല വർക്കായി, മീൻസ് ഒരു രണ്ട് കറക്റ്റ് ആ ഒരു ലൊക്കേഷൻ വർക്കായി, പ്രശ്നമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നത്. അതെ. ബാക്കി ഞാൻ ഓരോന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. എനിക്ക് പല ഫീച്ചേഴ്സും പിന്നെ മനസ്സിലാക്കിക്കൊണ്ട് വന്നേ. ഓക്കെ, ഫീച്ചേഴ്സ് പഠിച്ചു വരുന്നേ ഉള്ളൂ. കുറേയൊക്കെ ഇതിൻ്റെ അകത്ത് ഒരുപാടുള്ളതുകൊണ്ട് എല്ലാം ഇങ്ങനെ നോക്കി വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്ത് കയറി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ബാക്കി നോക്കിയാലോ? ഓക്കെ, ഇപ്പം വന്ന ഒരു ബഗ്ഗാ കേട്ടോ. പുതിയൊരു ബഗ് വന്നിട്ടുണ്ട് ഗൈസ്. XEV9-ൽ കയറിയപ്പോൾ സ്ക്രീൻ വർക്കാകുന്നില്ല. ഇതുവരെ വന്നിട്ടില്ല ഇങ്ങനെ? ഇല്ല, ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം. ഒന്നുകൂടെ ഓഫ് ചെയ്തിട്ട് ഉണക്കി നോക്കിയാലോ? വന്നായിരുന്നു. എന്തോ ഡിലേ ആയിരുന്നു. ഓക്കെ, അത് വന്നായിരുന്നു കേട്ടോ. ഓക്കെ, ബഗ് അല്ലായിരുന്നു, ഡിലേ ആയിരുന്നു. നമ്മൾ 1-2 പ്രാവശ്യം ഓൺ ഓഫ് ആക്കി പെട്ടെന്ന് ചെയ്തുകൊണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ ബഗ്ഗുകളൊക്കെ വേറെ വന്നിട്ടുണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. Please drive responsibly for your safety and the safety of those around you. അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്, സോ പയ്യെ പോകണമെന്നല്ലേ? അതെ, സൂക്ഷിച്ചോടിച്ചാൽ കൊള്ളാം. ബഗ് എന്തൊക്കെയായിരുന്നു? ബഗ് അത്യാവശ്യം ഇടയ്ക്ക് വന്നായിരുന്നു. ഒന്നാമത്തെ ബഗ് പറയാനുള്ളത് ഇതിൻ്റെ ഈ സ്ക്രീൻ ഇവിടെ നമ്മുടെ ഈ ഇലുമിനേറ്റഡ് ഇത് സ്റ്റിയറിംഗിന്റെ അതിന്റെ
പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ബട്ടൺ വർക്കാവില്ല, അതിന് ഒരു ഹോൺ ആയിരിക്കും വരുന്നത്. നമ്മൾ ഇപ്പം ലെയിൻ അസിസ്റ്റിൻ്റെ ബട്ടണായത് ബട്ടൺ കേൾക്കുമ്പോൾ ചിലപ്പം ഇപ്പോൾ ഇല്ല, ഫസ്റ്റ് സർവീസിന് ശേഷം അത് മാറി, ഇപ്പോഴും ഇടയ്ക്ക് ചിലപ്പോൾ വരുന്നത് കണ്ടോ. ചിലപ്പോൾ നമ്മൾ ഇപ്പം വർക്കാവുന്നുണ്ട്, ചിലപ്പോൾ നേരത്തെ ഇത് ഞെക്കിയാൽ വർക്കാവത്തില്ല, അതിന് ഒരു ഹോൺ ആവായിരുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂ, അതായത് ഓൾമോസ്റ്റ് എല്ലാ ബട്ടണും വരുമായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് സർവീസിന് ചെന്നപ്പോൾ പറഞ്ഞു, അപ്പോൾ അപ്ഡേറ്റിൽ മാറുമെന്ന് പറഞ്ഞു. അത് ഏകദേശം മാറി, ഇപ്പം വർക്കിംഗ് ആയിരുന്നു നമ്മൾ ചെയ്യുമ്പോൾ. പക്ഷെ മാറാത്തൊരു സാധനം ഈ റീജനറേഷൻ നമ്മൾ ചില സമയത്ത് ഞെക്കുമ്പോൾ ചില സമയത്ത് അത് ആ കണ്ടീഷനിലേക്ക് ആയില്ല എന്ന് പറയാം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 190 ചിലപ്പോൾ 90% ശേഷമേ ചിലപ്പോൾ വർക്കാവത്തുള്ളായിരിക്കും. അങ്ങനെയായിരുന്നു നെക്സോണിന്, അതാണോന്ന് അറിയില്ല. പക്ഷെ ചില സമയത്ത് 90 കഴിഞ്ഞിട്ട് ഞാൻ ചില സമയത്ത് ഞെക്കുമ്പോൾ ആവില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഇത് തന്നെ ഞാൻ ലെവൽ 3 ആയിരിക്കും ജനറേഷൻ ഇട്ടേക്കുന്നത്, റീജനറേഷൻ. ചില സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് 1-ലോട്ട്, ഓരോ തവണ ഓൺ ആക്കുമ്പോഴും 1-ലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് 1-ലോട്ടാവും. നമ്മളെപ്പോഴും എല്ലാത്തിലും അങ്ങനെ റീജനറേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ ഇത് ചില സമയത്ത് അത് 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. അതായത് ചിലപ്പോൾ ഇത് നമ്മൾ 3-ലിട്ടിട്ട് ഓടിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ കാലം എടുക്കുന്നതൊക്കെ അതിനനുസരിച്ചായിരിക്കുമല്ലോ. ചില സമയത്ത് 1-ലോട്ട് മാറും നമ്മളതുപോലെ അറിയാതെ, ചില സമയത്ത് 3-ലോട്ട് മാറും നമ്മളറിയാതെ. അത് ചിലപ്പോൾ ഞാൻ നേരത്തെ ഞെക്കിയതിന്റെ ഭാഗമായിട്ട് പിന്നെ അത് ആയതായിരിക്കാം, എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഒരു ബഗ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതെല്ലാം സോഫ്റ്റ്വെയർ ബഗ്സ്, അതൊക്കെ ഈസിലി പരിഹരിക്കാം. അതെ അതെ, ഡ്രൈവിങ്ങിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു ബഗ്ഗും വന്നിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഉള്ളൊരു ബഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇത് ഇടയ്ക്ക് സ്റ്റക്ക് ആവുമായിരുന്നു, ഇൻഫർടൈൻമെന്റ്. അതായത് ഈ ഒരു സ്ക്രീൻ, ബാക്കിയല്ല ആൻഡ്രോയിഡ് ഓട്ടോ സ്റ്റക്ക് ആവുമായിരുന്നു. ഇത് ആൻഡ്രോയിഡ് ഓട്ടോ മാത്രമേ വന്നിട്ടുള്ളൂ, കാർപ്ലേ വന്നിട്ടില്ല ഇതുവരെ. പക്ഷെ ആൻഡ്രോയിഡ് ഓട്ടോ ഇടയ്ക്ക് നമ്മൾ, അതായത് ഇപ്പൊ ഈ മാപ്പ് നോക്കിയിട്ടുകൊണ്ടായിരിക്കും പോകുന്നത്, അപ്പോൾ ഇത് സ്റ്റക്ക് ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ സമയത്ത് ഇവിടെ ഒരു എനിക്ക് ഇതിന്റെ ഒരു ഫീച്ചറായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവിടെ നാവിഗേഷൻ ഉണ്ട് ഇതിന്. അതായത് ആൻഡ്രോയിഡ് ഓട്ടോ തന്നെ ഇവിടെ വരും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കണ്ണെടുക്കാതെ ഇവിടെ തന്നെ നാവിഗേഷൻ ഇട്ട് പോവാം. അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ സ്ക്രീനിൽ കറക്റ്റ് അത് കാണിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ എവിടെയെങ്കിലും ഇടുവാണെങ്കിൽ അത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. കമല TVS കോട്ടയം നമ്മുടെ ഷോറൂമിന്റെ തന്നെ ഷോറൂമാണ് കോട്ടയത്തുള്ള. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തന്നെ അത് വരും. അത് പക്ക ബഗ്ഗൊന്നും ഇല്ലാതെ തന്നെ വരും. പിന്നെ ഈ മാപ്പിന്റെ നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ കാണിക്കുമല്ലോ, ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ പോണ്ട് ഇപ്പൊ ലെഫ്റ്റിലോട്ട് തിരിയുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു മോഷൻ പോലെ കാണിക്കും. അത് നല്ല ഫീച്ചറാണ്. എനിക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടു. ഒന്നുമില്ല. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പൊ നമ്മൾ ചിലപ്പം ഇങ്ങനെ അടുത്ത ലൈനിലോട്ട് ചിലപ്പം ഇൻഡിക്കേറ്റർ പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു യെല്ലോ ഒരു ഇത് കാണിക്കും, അതായത് ഒരു സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെന്നുള്ളൊരിത്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ക്യാമറ ഓൺ ആയിട്ട് കാണിക്കും സൈഡിൽ വണ്ടി ഉണ്ടെന്നുള്ളത്. അതൊക്കെ ഒരു നല്ല ഫീച്ചർ വൈസ് കുറേ ഉണ്ട് നല്ല പറയാനായിട്ട്. ബഗ്ഗിന്റെ പിന്നെ ഉള്ള ബഗ് ഇടയ്ക്ക് ഇവിടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ചില സമയത്ത് വർക്ക് ആകത്തില്ല, അതെന്താണെന്ന് അറിയത്തില്ല. അതൊരു ബഗ്ഗായിട്ടുണ്ട് ഈ ഒരു അല്ലേ. പിന്നെ ബഗ്ഗായിട്ട് അതേ ഉള്ളൂ, ബഗ്ഗായിട്ട് വന്നിട്ട് പ്രശ്നമായിട്ടുള്ളത്. ക്യാമറാസ് എല്ലാം പ്രോപ്പർ ആയിട്ട് 360 ക്യാമറയ്ക്ക് ബഗ് ഒന്നും വന്നിട്ടില്ല. ഒന്നുമില്ല. അകത്തെ ക്യാമറ ഉള്ളിലോട്ടുള്ളത് അതിനൊന്നും കുഴപ്പമില്ല. നമ്മുടെ മോഷൻ ഡിറ്റക്ട് മീൻസ് നമ്മുടെ ഡ്രൗസിനെസ് അതുണ്ട്. അതായത് അതാണ് എനിക്കൊരു പിന്നൊരു ബഗ്ഗാണോ ഫീച്ചർ കൂടിപ്പോയതാണോ എന്ന് അറിയത്തില്ല. അതായത് ഞാൻ ഇങ്ങനെ ഇപ്പം ചില സമയത്ത് ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഓടിക്കുന്നത്, അപ്പോഴിത് വിചാരിക്കും ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നത്, അപ്പോൾ ഫോൺ അവോയ്ഡ് എന്ന് പറഞ്ഞ് ഇത് കിടന്ന് സ്ക്രീനിങ് ഇത് കിടന്നിങ്ങനെ വരയ്ക്കും. അതൊരു ബുദ്ധിമുട്ടായി. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചുമ്മാ കൈ വെക്കുന്നതായിരിക്കും, അത് വിചാരിക്കുന്ന ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നതാണ്. അത് ശരി. ഈ കുറച്ചു നേരം ബോർ അടിച്ച് ട്രാഫിക്കിൽ ഫോൺ വിളിക്കുന്നതെന്ന് വിചാരിക്കും. അല്ലാതെ ഉറങ്ങി പോകാൻ തോന്നുന്ന സാഹചര്യത്തിൽ അത് അറിയിക്കാറുണ്ട്. ഉണ്ട്. ഉറങ്ങി പോകുന്നല്ലേ, ഞാൻ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് കണ്ണ് താത്ത ഉടനെ ഇത് കിടന്ന് ഇങ്ങനെ വരയ്ക്കും. ഡ്രൈവർ ഇതല്ല, അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിന്റെ അകത്തോട്ട് നോക്കും. അപ്പൊ അത് അങ്ങനെ അതേ ഉള്ളു ബഗ്ഗായിട്ട് തോന്നിയിട്ടുള്ളൂ. വേറെ സോഫ്റ്റ്വെയർ വൈസുള്ള ബഗ്ഗുകളാണ്. ഇതിന്റെ ഗിയർ ഷിഫ്റ്റിംഗ്, ഗിയർ അല്ല ഇതിന്റെ ഡ്രൈവ് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ്. എനിക്ക് ഇത് ഇച്ചിരി കൂടെ കൺവീനിയന്റ് ആയിട്ട് തോന്നി. നമ്മുടെ അതാണെങ്കിൽ
ഇങ്ങനെ ഇട്ട് തിരിക്കണം. ചില സമയത്ത് റിവേഴ്സ് പോകും, ചില സമയത്ത് പി പോകും. പക്ഷെ ഇതതില്ല, അത് നമുക്ക് കറക്റ്റ് ആദ്യം ഒന്ന് പഠിച്ചു വരുന്നതിന്റെ ബുദ്ധിമുട്ടുള്ളൂ, ഫ്രണ്ടോട്ടാണോ ബാക്കിലോട്ടാണോ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ്. പക്കയാണ്. ഓക്കെ, പിന്നെ സീറ്റ് കംഫർട്ട് കുറച്ച് ക്വിഷൻ കൂടി പോയോ അതോ ഇത് പക്കയാണോ? ഭയങ്കര ഇതുവരെയുള്ള മറ്റു വണ്ടികളിലും കൂടുതൽ ഇതാണോ ഇഷ്ടപ്പെട്ടത്? എന്ത് തോന്നി ഈ ഒരു സീറ്റ് കംഫർട്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നും കൂടെ ഓടിയുടെയാണ്. അത് ഇച്ചിരി കൂടെ നല്ല, ഇച്ചിരി കൂടെ ലെതർ ഫിനിഷും തൈ സപ്പോർട്ട് ഉള്ളത്. ഇതിനാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഈ സീറ്റിന് ഇച്ചിരി കൂടെ നിങ്ങളെ കുറവാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഇച്ചിരി കൂടെ ഇരുന്നുണ്ടായിരുന്നു. അച്ഛനൊന്ന് പറഞ്ഞ് അതാ കണ്ടിരിക്കുമ്പോ ഒരു ഇവിടുത്തെ ഒരു സപ്പോർട്ടിന് ഒരു കുറവാണ്. പക്ഷെ അത്ര മോശമൊന്നുമല്ല, കുഴപ്പമില്ല. ബാക്കിലിരുന്ന് യാത്ര ചെയ്തു. അല്ലാതെ എൻ്റെ കസിനൊക്കെ ഉണ്ട്, കസിനൊക്കെ ബാക്കിലിരുന്ന് യാത്ര ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു ഇഷ്യൂ ആയിട്ട് പറഞ്ഞത് നമ്മുടെ ഇച്ചിരി ബൗൺസിനെസ് കൂടുതലാണെന്നുള്ളത്. ബോഡി റോള് ബൗൺസിനെസ് ഇച്ചിരി കൂടുതലാണ്, ഇച്ചിരി ഇതാണെന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ അത്ര എനിക്ക് കാര്യമായിട്ടൊന്നുമില്ല, ഇച്ചിരി കൂടെ നല്ല റോഡിലായിരുന്നു ബാക്കിലിരുന്നത്. പക്ഷെ കുഴപ്പമില്ല, അത്ര ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നും ഇല്ല. സസ്പെൻഷൻ എങ്ങനെ തോന്നി? ഇപ്പം സിട്രോന്റെ സസ്പെൻഷൻ ബെസ്റ്റ് ആണ്, അതൊരു ഹച്ച് ആണ്, ഇതൊരു SUV ആണ്, രണ്ടും രണ്ട് സെഗ്മെന്റ് ആണ്. എങ്കിലും സസ്പെൻഷൻ വൈസ് കമ്പയർ ചെയ്തപ്പോൾ ഇതിന് ബെറ്റർ സസ്പെൻഷൻ ആണ്. ഇതിന്റെ ആക്റ്റീവ് 5 ലിങ്ക് സസ്പെൻഷൻ ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എട്ടിത്തറിയാനായിട്ട് തോന്നിയോ? ഒത്തിരി ബെറ്ററാന്ന് പറയാൻ ഒക്കത്തില്ല, കുഴപ്പമില്ല, തരക്കേടില്ലാത്ത. ഏറ്റവും നല്ലത് എനിക്ക് സിട്രോണ് തന്നെ ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. ചെറിയ വണ്ടിയാണെങ്കിലും ചെറിയ വണ്ടിയാ, അതെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ സസ്പെൻഷന്റെ മാത്രം വെച്ച് പറയുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഇതും മോശമാണെന്നല്ല, പക്ഷെ ഇച്ചിരി കൂടെ അതായിരിക്കും നല്ല തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഏറ്റവും എടുത്തു പറയേണ്ട മെയിൻ ഒരു സാധനം, അത് ഒരു രക്ഷയില്ലാത്ത സാധനം. അതായത് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓഡിയോയുടെ ആയിരുന്നു. അതിന്റെ ബോസിന്റെ സൗണ്ട് സിസ്റ്റം ആയിരുന്നു, നല്ല സൗണ്ട് സിസ്റ്റം ആയിരുന്നു, നല്ല സൗണ്ട് സിസ്റ്റം ആണ്. പക്ഷെ അതിലും നല്ലതാണ് ഇതിന്റെ 16 സ്പീക്കേഴ്സിന്റെ മാത്രമല്ല, അതിന്റെ ക്ലാരിറ്റി നല്ല. നമ്മൾക്ക് പാട്ടില് ചില ചെറിയ ട്യൂണുകളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ചിലപ്പോൾ മറ്റു കാറ് കേൾക്കുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഇതിൽ നല്ല ഫീൽ ചെയ്യും. ചുമ്മാ കേട്ടാൽ മനസ്സിലാവണമെന്നില്ല. ഇല്ല, നമ്മളത് ഇതിന്റെ അകത്തൊന്ന് ഇരുന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അതുപോലെ വീഡിയോയുടെ ആണെങ്കിലും സബ് ഊഫറിന്റെ ഒക്കെ നല്ല, നമ്മൾ എക്സ്ട്രാ സബ് ഊഫർ വെക്കുന്നതിനെ കൊന്ന പോലൊരു ഇതാ. പിന്നെ ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്വാളിറ്റിയാ. അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ ഇതിൽ അലക്സ ഉണ്ട്, അലക്സ വെച്ച് നമുക്ക് തുറക്കുക അടയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ പഠിച്ചു വന്നതേ ഉള്ളൂ. ലൈറ്റ് ഇലുമിനേഷൻ ഒക്കെ നല്ല രസം രാത്രിയിലെ, പക്ഷെ അത് കാണത്തുള്ളൂ. പക്ഷെ നല്ല ഇതാ. അതൊക്കെ ഒരു യൂസ്ഫുൾ ആണോന്ന് വെച്ചാൽ വലിയ യൂസ്ഫുൾ ഒന്നല്ല, പിന്നെ ഒരു കാണാൻ വേണ്ടി. സൺറൂഫ് ഉള്ളത് എനിക്ക് തോന്നുന്നു. പനോരമിക് ഉള്ളത് സെൽറ്റോസിന് ഉണ്ടായിരുന്നോ? സെൽറ്റോസിന് പനോരമിക് അല്ലായിരുന്നു, ഹൈക്രോസിനുണ്ടല്ലോ. ഹൈക്രോസിനുണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ പനോരമിക് അല്ലത്. പിന്നെ പനോരമിക് നമ്മൾ സൺറൂഫ് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇത് ഓപ്പൺ ആണ്, ഇത് മൂൺ റൂഫാ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇല്ല, നമ്മളത് യൂസ് ചെയ്യത്തുമില്ല. പിന്നെ ഈ മ്യൂസിക് ഇട്ടിട്ടുള്ള പരിപാടി, ലൈറ്റ് പരിപാടിയൊക്കെ എൻജോയ് ചെയ്തോ? അത് ജസ്റ്റ് ഒരു വൺ ടൈം യൂസ് ചെയ്യുന്നേ ഉള്ളൂ, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യത്തൊന്നുമില്ല. ചെയ്തിട്ടുണ്ട്, അത് കൊള്ളാം. എന്തായാലും മഹീന്ദ്ര കസ്റ്റമേഴ്സിനെ കൊണ്ട് തന്നെ മാർക്കറ്റ് ചെയ്യിപ്പിക്കുകയാണ്. കാരണം ടോപ്പ് മോഡൽസ് മാത്രമേ വണ്ടി കൊടുത്തിട്ടുള്ളൂ ഇത്രയും മാസമായിട്ട്. ഇനി 1-2 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ് പോലും വരുള്ളൂ. അപ്പം ആളുകളെല്ലാം ഈ വണ്ടിയെ കാണുന്നത് ടോപ്പ് മോഡൽ വണ്ടികൾ മാത്രമാണ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് കൊണ്ട് അട്രാക്റ്റഡ് ആയിട്ടാണ് ബുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ബേസ് മോഡൽ വണ്ടികൾ കണ്ടാൽ ചിലപ്പം ആളുകൾ ഇതൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ വേരിയൻസിന്റെ ഒരു കാര്യം അത് പറയണം. ഇതിന്റെ തൊട്ട് താഴെ ഉള്ളത് മറ്റേ സെലക്ട് എന്ന് പറഞ്ഞ മോഡൽ. അപ്പൊ അതിന്റെ അകത്ത് ചെറിയ ഫീച്ചേഴ്സേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. ഓട്ടോമാറ്റിക് പാർക്കിംഗ് ഇല്ല, പിന്നെ അഡാസ് ഉണ്ട്. ചെറിയ നമ്മളെ ഒത്തിരി അങ്ങ് ബുദ്ധിമുട്ടി. ഈ സ്ക്രീനൊക്കെ അതുപോലെ തന്നെ ഉണ്ട് അതിന്റെ അകത്ത്. എനിക്ക് ഏറ്റവും ബേസ് മോഡൽ മാത്രമാണ് അത് 360 ഇല്ലാത്തേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ സീറ്റ് വെന്റിലേഷൻ ഇച്ചിരി ബുദ്ധിപരമായിട്ട് അത് ഞാൻ അതിന്റെ വീഡിയോ ഇടയ്ക്ക് കണ്ടായിരുന്നു. ഈ വേരിയൻസിന്റെ ബുദ്ധിപരമായിട്ട് ചെയ്ത കുഴപ്പമില്ല, നല്ല പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. അവർ പറഞ്ഞ ഇത്രയും വേരിയൻസ്, മിനിമൽ വേരിയൻസ് 5 വേരിയന്റ് കൊണ്ടെന്നുള്ള ഏതായാലും. ഓക്കെ, പിന്നെ ഇതിൽ ഞാൻ ഫസ്റ്റ് ചെയ്ത XUV90യുടെ റിവ്യൂവിൽ അതിൻ്റെ യൂസർ പറഞ്ഞിരുന്നു, അതായത് വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഇത് ചെറിയൊരു വണ്ടി തട്ടാൻ വരുന്ന പോലെ വന്നു, അപ്പം പെട്ടെന്ന് രക്ഷപ്പെട്ടു, ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അതിന്റെ വീഡിയോ സെപ്പറേറ്റ് റെക്കോർഡായിട്ട് ഒരു ഫോൾഡറിൽ കിടക്കുന്നു, എമർജൻസി വീഡിയോ ആയിട്ട്. അങ്ങനെയുള്ള എമർജൻസി വീഡിയോസ് തന്നെത്താൻ റെക്കോർഡായി സെപ്പറേറ്റ് നോക്കിയിട്ടില്ല. ഓക്കെ, അങ്ങനെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? ഇതിന്റെ ഡാഷ് ക്യാം ഒക്കെ ഉണ്ടല്ലോ ഓൾറെഡി. 360 ക്യാമറ ഒക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക്
ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആണെങ്കിലും പിന്നെ ഇപ്പോൾ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്രീന് ഒരു നല്ല ഒരു രക്ഷയില്ല. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം കോട്ടയത്ത് പോയപ്പം ചാർജ് ചെയ്യാൻ ഇട്ടു, പക്ഷേ 30 kW ചാർജറിലാണ് ഇട്ടത്. അപ്പോൾ ഏകദേശം 3 മണിക്കൂർ കാണിച്ചു. അപ്പോൾ ഞാൻ ചാർജ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിന്ന് സിനിമയും കാണാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ അകത്ത് ലൂസിഫർ 2 എമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തിയേറ്റർ എഫക്റ്റ് പോലെ 3D ഇതിൻ്റെ അകത്ത് കാണുകയും ചെയ്യാം, നമുക്ക് ഇവിടെ ഇരുന്ന് കാണുകയും ചെയ്യാം. നല്ല നല്ല വണ്ടി ചാർജ് ആവുന്നതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. നല്ല സ്ക്രീനാണ് ഇതിൻ്റെ. അതായത് നമ്മൾ ടി വിയിൽ ഫോണിലൊക്കെ കാണുന്നതിൻ്റെ അത്രയും തന്നെ അതിലും നല്ലതാണെന്നേ പറയാം. അച്ഛൻ പറഞ്ഞതുപോലെ അതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് 4K വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തൊരു സിം ഉണ്ട്. സെന്റർ 2 സ്ക്രീൻ, പക്ഷെ അറ്റ് എ ടൈം ഒന്നേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ രണ്ടിലും ഉണ്ട്. ബാക്കിലത്തെ സ്ക്രീൻ വെക്കുന്നതൊക്കെ നോക്കിയോ? ഇല്ല, അതൊന്നും നോക്കിയില്ല. ആക്സസറീസ് ആയിരിക്കുമല്ലോ. അത് ആക്സസറീസ് അല്ല, ആക്സസറി എനിക്ക് തോന്നുന്നു അത് മറ്റേ ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ടാബ്ലറ്റുകളും വെക്കാം. അത് മറ്റേ ഇത് വെച്ചിട്ട് ഐപാഡൊക്കെ ഹോൾഡ് ആവോ നോക്കിയോ? ഞാൻ നോക്കിയില്ല അങ്ങനെ. അതിനുള്ള സാധനം പകുതി സാധനം നമ്മുടെ ഇത് സത്യം പറഞ്ഞാൽ വന്നിട്ടില്ല വേറെ ആക്സസറീസ് കുറേ ഒക്കെ. അതായത് എനിക്ക് മഡ് ഫ്ലാപ്പ് ഒന്നും കിട്ടിയില്ല ഇതിൻ്റെ അകത്ത്. അപ്പം എല്ലാ ആക്സസറീസ് ആയി വരുന്നതേ ഉള്ളൂ. ഏതായാലും യൂട്യൂബ് ഒക്കെ ഇതിലും പക്കയായിട്ട് തന്നെ കണ്ടോ? നല്ല ഫോണിൽ ചെയ്യുന്ന പോലെ തന്നെ. അതെ അതെ അല്ലേ? അതെ അതെ. ഫുൾ സ്ക്രീൻ ഒക്കെ അത് പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ സൈഡിൽ ഇതാക്കാം, ഫുൾ സ്ക്രീൻ ആക്കാം, ഇത് സ്ക്രീൻ അനുസരിച്ചുള്ള ഇതാക്കാം. അങ്ങനെ പിന്നെ സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ക്വാളിറ്റി. എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൗണ്ട് ക്വാളിറ്റി വീഡിയോയിൽ കേൾപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ AC കൂളിംഗ് ഇഷ്ടപ്പെട്ടു? AC കൂളിംഗ് നല്ല പെട്ടെന്നാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് അത് ഫീച്ചറാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. കോൾ വരുമ്പോൾ അത് ഞാൻ വേറൊരു യൂസറും പറയുന്നത് കേട്ടായിരുന്നു. അതായത് ഈ ഫാൻ സ്പീഡ് കുറയും, ഫീച്ചറാണെന്ന് തോന്നുന്നത്. സൗണ്ടിന്റെ ഇത് കുറയ്ക്കാനായിരിക്കും, അങ്ങനെ കുറയുന്നുണ്ട്. ഓവറോൾ കുഴപ്പമൊന്നുമില്ല, നല്ല എക്സ്പീരിയൻസ്. ഓക്കെ. വൈറ്റ് ഇന്റീരിയർ എങ്ങനെയുണ്ട്? ചെളി പിടിക്കുവോ? അത് ഓൾറെഡി ചെളി പിടിച്ചോ? എന്താണ് അവസ്ഥ? വൈറ്റ് ഇന്റീരിയർ ഭയങ്കര പാടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഈ മെറ്റീരിയലും അല്ലേ? മെറ്റീരിയൽ ഇത് കുഴപ്പമില്ല, ഗ്രേ കളർ വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ മെറ്റീരിയൽ പാടാ. ചെളി പിടിച്ചോ? ഉദാഹരണത്തിന് നമ്മളിപ്പം ബാക്കിൽ തന്നെ നോക്കുകയാണെങ്കിൽ ആരോ അമ്മയായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ കിടന്നപ്പോൾ ആ കുങ്കുമ അതിൽ പിടിച്ചു. മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. അതുകൊണ്ടാണ് കവർ ഒന്നും ആദ്യമേ ഉടനെ ഇളക്കാൻ തോന്നാഞ്ഞത്. കമന്റ് വരാൻ സാധ്യതയുണ്ട്, ഇതുവരെ കവർ ഇളക്കിയില്ലേ എന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇളക്കാൻ തോന്നിയില്ല അല്ലേ? അതെ അതെ, കുറച്ചാളും കൂടെ കഴിഞ്ഞിട്ട് ഓക്കെ ഇളക്കാന്ന് വിചാരിച്ചു. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, ചെക്കപ്പ് സർവീസ്. അതെ അതെ അതെ. പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ? ഇല്ല. പറഞ്ഞ ബഗ്ഗുകൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവര് സെപ്പറേറ്റ് ടിവിക്ക് വേണ്ടി സെപ്പറേറ്റ് ഷോറൂമും സർവീസ് സെന്ററും വരുന്നെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ പോയ സർവീസ് സെന്ററിന്റെ കാര്യം പറയുന്നത് മൊത്തത്തിൽ എനിക്കറിയില്ല. പക്ഷെ അഡിക്വേറ്റ് മാൻ പവറും ഇല്ല, അഡിക്വേറ്റ് സ്പേസും ഇല്ലായിരുന്നു അവിടെ. അതായത് ഇത്രയും വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, പോരാത്തതിന് പെട്രോൾ, ഐസ് വണ്ടി, ഡീസൽ വണ്ടികളൊക്കെ ഉണ്ട്. എല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസും അക്കോമഡേറ്റ് ചെയ്യാനുള്ള മാൻ പവറും അവിടെ ഇല്ല എന്ന് തോന്നി. കാരണം ഒറ്റ അഡ്വൈസർ ഉള്ളായിരുന്നു അവിടെ. ടാറ്റയ്ക്ക് പറ്റിയത് ഇതിന് പറ്റിയത് മഹീന്ദ്ര. ശ്രദ്ധിക്കുക, ആരും കാണുന്നില്ലായിരിക്കുമെങ്കിലും ഞാനങ്ങ് പറഞ്ഞതാ മഹീന്ദ്രയുടെ സൈഡിലോട്ട്. കാരണം ടാറ്റ അതുപോലെ വണ്ടി ഇറങ്ങി, വേറെ EVs ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് അതുപോലെ വണ്ടി ഇറങ്ങി. ടാറ്റയ്ക്ക് കപ്പാസിറ്റിയിൽ കൂടുതൽ വണ്ടി ഇറങ്ങി, കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി. മഹീന്ദ്ര ഇനി അങ്ങനെ ഇറങ്ങും, വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതനുസരിച്ച് സർവീസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ അറിയില്ല. കാരണം തുടക്കമായോണ്ട് അറിയത്തില്ല. കുറച്ചുകൂടെ ഒരു വണ്ടികൾ നിരത്തിൽ ഇറങ്ങി കൂടുതലായിട്ട് തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ അഫക്ട് ചെയ്യുന്നത്. അതെ. ഓക്കെ. പിന്നെ ടയർ ലൈഫിന്റെ ഒരു കാര്യം, ഒരു കൺസേൺ ഉണ്ട് എല്ലാവർക്കും. ഒരു കൺസേൺ ആണ്, ഒരു ടയർ 19 ഇഞ്ചസ് ആണെന്ന് തോന്നുന്നു. 20 വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. 19 ഇഞ്ചസ് ടയേഴ്സിന് ഏകദേശം 25,000 റുപ്പീസ് ഏകദേശം വരും. അതിനോട്ട് മുകളിലോട്ടേ പോകുള്ളൂ. 30,000 വരെ കൂട്ടാം. ടയർ മാറണമെങ്കിൽ 1 ലക്ഷം രൂപ ആവും. അതൊരു കൺസേൺ ആണോ? ഇതിന്റെ ടയർ ലൈഫ് ഒരു 30,000 മുകളിൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? കറക്റ്റ് അറിയില്ല, നമ്മളങ്ങനെ യൂസ് ചെയ്ത് വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു കൺസേൺ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും മീൻസ് എത്ര ടയർ ലൈഫ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ അത് ടയർ ലൈഫ് വേറൊരു കാര്യമുണ്ട്. ഇതിന്റെ ചില സമയത്ത് പിടിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ പെട്ടെന്ന് ABS-ന്റെ ആയിരിക്കും ഇത്. അതായത് ടയർ ഇതാവുന്നതിന്റെ സൗണ്ടാണ് നമ്മുടെ ടയർ സ്കിഡ് ആവുന്ന പോലെ. വണ്ടി ഒലഞ്ഞില്ല, പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് അതിന്റെ എനിക്ക് തോന്നുന്ന ഡിസ്കൗണ്ട് പെട്ടെന്ന് ബൈറ്റ് ചെയ്യുന്നതിന്റെ ആയിരിക്കും. ഓക്കെ. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ. അപ്പം ഒരു XEV 9 സജസ്റ്റ് ചെയ്യുമോ ആളുകൾക്ക്? അതോ B6 രണ്ടുപേരുള്ള ഒരു ഫാമിലി മാത്രം, മീൻസ് കൂടുതലും രണ്ടുപേരും കുട്ടികളും ഒക്കെ ആണെങ്കിൽ B6 മതിയാവും എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് അഭിപ്രായം തോന്നുന്നത്? നമ്മൾ ഫാമിലി ആയിട്ട് പോകാനാണെങ്കിൽ എപ്പോഴും XEV 9 ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ. ഒരു 2 പേരൊക്കെ ഉള്ളൊരു
ഒരു ഇതാണെങ്കിൽ പിന്നെ ഒരാൾ മാത്രം അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുള്ളൂ സിംഗിൾ, ഇതാണെങ്കിൽ B6 ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം B6-ന്റെ ടോപ്പ് മോഡലിന്റെ പ്രൈസിന് ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് കിട്ടും. അതെ, അപ്പോൾ അതും കൺസിഡർ ചെയ്യാം. 3 സ്ക്രീനൊക്കെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ കുറവാണെന്നുള്ളൂ. എങ്കിലും 16 ഹമ്മിങ് കാർഡൻ 16 സ്പീക്കേഴ്സ് ഒക്കെ ഈ സ്ക്രീനിന്റെ ഒരു വ്യത്യാസവും പിന്നെ സീറ്റിന്റെ ഒരു വ്യത്യാസം, വെന്റിലേറ്റർ സീറ്റ്സ്, ഇലക്ട്രിക് സീറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഈവൻ സൺറൂഫ് വരെ മൗണ്ട് റൂഫ് വരെ ഉണ്ട് തൊട്ട് താഴത്തെ വേരിയന്റിൽ. ഓക്കെ, ഏതായാലും വേർത്ത് ഏതാണെന്നൊക്കെ വേരിയൻസ് ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് മനസ്സിലാക്കാം. ഏതായാലും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ല, ഒരു കുറച്ച് നാളത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിന് താങ്ക് യു സോ മച്ച് മാൻ. വളരെ നന്ദി. വളരെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അനന്തുവിൻ്റെ ഭാഗത്തു നിന്നും അച്ഛൻ്റെ ഭാഗത്തു നിന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റി. XEV90 രണ്ടാമത്തെ റിവ്യൂ ആണ്. B6 2 റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തൊരു ചാനൽ കയറി ചെക്ക് ചെയ്യുക. നിങ്ങളുടെ വണ്ടിയും നിങ്ങൾക്ക് യൂസർ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. walkwithnaf@gmail.com ഓർ ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം, വണ്ടി ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളും വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ നെഫിബ്രോയുടെ വീഡിയോ ഒരു നമ്മുടെ ഒരു അദ്ദേഹമായിട്ട് എടുത്തില്ലായിരുന്നു ഇടയ്ക്ക് ഒരു ഇതിന്റെ അതിന് കണ്ടതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇതിനെ പറ്റി ഞാൻ ഒരു റോഡിൽ കണ്ടു. അതിനുശേഷം നെഫിബ്രോയുടെ അന്ന് തന്നെ ആ വീഡിയോയും വന്നു. അന്ന് തന്നെ അതെടുത്ത് കണ്ട് പിന്നെയാണ് ഞാൻ ഇതിലേക്ക് പോയത്, എടുക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോയത്. അത് ശരി, അന്ന് ഇഷ്ടപ്പെട്ടു, പക്ഷെ എടുക്കണമെന്നുള്ളൊരു ഇത് വന്നത് ആ വീഡിയോയ്ക്ക് ശേഷം. അന്ന് സൈമൺ കുര്യൻ അച്ചായൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞത്. അത് പലർക്കും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് വണ്ടി എടുക്കാൻ നോക്കുന്നവർക്ക്. ഏതായാലും അതുപോലെ 10,000 കിലോമീറ്റർ ഓടി അദ്ദേഹത്തിന്റെ നല്ല അരുൺ ചേട്ടന്റെയും കണ്ടിട്ടുണ്ട്. പോളായിരുന്നു അതിന് മുന്നേ, പോൾ ബ്രോയുടെ ബ്ലാക്ക് കളർ. അതെല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതിലും ഡീറ്റെയിൽസ് കുറേ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പ്രത്യേകം പറയുകയാണ്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.